ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഷാൻഷബി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. ഗുലാബ് ജാം എങ്ങനെ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാം എന്നതാണ്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഇഷ്ടമാകും, പ്രത്യേകിച്ച് മക്കൾക്ക്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ഇരട്ടി നോർമൽ വെള്ളം, ഏലക്കായപ്പൊടി, ഏലക്കായാലും മതി, പിന്നെ ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ. ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ടെടുക്കാം. അതിൻ്റെ 2 ഇരട്ടിയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി കപ്പളവില്ലെങ്കിൽ ഗ്ലാസ് അളവായാലും മതി, ഇതേ മെത്തേഡ് തന്നെയാണ്. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഈ ഷുഗറൊക്കെ നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ. ഇനി സ്റ്റൗവിൽ വെച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. മൺസ്ട്രിങ് ആവാൻ പാടില്ല. അതിന് മുമ്പ് തന്നെയാണ് നമ്മളിതൊക്കെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കായപ്പൊടി ഇല്ലെങ്കിൽ 2 ഏലക്ക ചേർത്ത് കൊടുത്താലും മതി. മൺസ്ട്രിങ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യണം. ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി ബ്രെഡ് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ബ്രെഡ് കൊണ്ടാണ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ 10 ബ്രെഡ് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് ഞാൻ 10 ബ്രെഡ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിൽ ഒരു 8 ബ്രെഡ് എടുത്താൽ മതി. നിങ്ങൾക്ക് എത്രയാണോ ഗുലാബ് ജാം വേണ്ടത് അത്ര നിങ്ങൾക്ക് ബ്രെഡിൻ്റെ അളവ് കൂട്ടാം. പാലിൻ്റെ കണക്കിപ്പോൾ പറയുന്നില്ല, കാരണം നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി കൈ വെച്ചിട്ടൊന്ന് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ അതിൻ്റെ ബ്രൗൺ വശമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ, അതൊന്നും ചേർക്കണ്ട. ഞാനൊരു സ്പൂൺ അളവാണ് പറയുന്നത് പാലിൻ്റെ. ഞാനിതിലേക്ക് ഫസ്റ്റ് ടൈം 4 സ്പൂൺ പാലൊഴിക്കുന്നുണ്ട്. അതുകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി കുറച്ച് പാൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കുറച്ച് ടൈം ഒന്ന് കാണുക, എന്നാൽ ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. നന്നായിട്ട് കുഴച്ചെടുക്കണം. ഭയങ്കര ലൂസാകാൻ പാടില്ല, കാരണം നമുക്കത് ബോൾസ് ആക്കാനുള്ളതാണ്. ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തില്ലെങ്കിൽ അതിൽ ക്രാക്ക് വരും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിൽ മൊത്തം 8 സ്പൂൺ പാലൊഴിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേ അളവല്ലായിരിക്കും പാലിൻ്റെ കണക്ക് വരിക, കുറച്ച് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്, കാരണം ബ്രെഡിൻ്റെ ടൈപ്സ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണ വേണ്ട, വെജിറ്റബിൾ ഓയിൽ മതി. കൊണ്ട് നന്നായി ഒന്ന് കുഴച്ചതിന് ശേഷം ഒന്ന് റോൾ ചെയ്തിട്ട് ബോൾസാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വലിപ്പത്തിൽ ബോൾസാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത്ര വലിപ്പമുള്ള ബോൾസാണ് ഉണ്ടാക്കുന്നത്. ഈ 10 ബ്രെഡിൽ നിന്ന് ചെറിയ ബ്രെഡ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട്
ഈ ബ്രെഡിൽ നിന്ന് എനിക്ക് ഒരു മൊത്തം 8-9 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ചിലർക്ക് കുറയാം, ചിലർക്ക് ഇതിൻ്റെ ബോൾസിൻ്റെ എണ്ണം കൂടാം. അത് ഓരോ വലിപ്പത്തിനനുസരിച്ചിരിക്കും. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ എണ്ണ ചൂടാക്കുക. എന്നിട്ട് ബോൾസ് ഇടുന്ന ടൈമിൽ ഒരു മീഡിയം ഫ്ലെയിമിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ ബ്രെഡ് ഉള്ളു വേവില്ല, പുറം ബ്രൗണായി കാണും. ഉള്ളു കറക്റ്റാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വേണം ബോൾസ് ഇടുമ്പോൾ നമ്മുടെ ഫ്ലെയിം വേണ്ടത്. എന്നിട്ട് എല്ലാതും ഇങ്ങനെ ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാകും. പുറത്തുനിന്ന് വാങ്ങി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇതിൻ്റെ എല്ലാ ഭാഗം നമുക്കൊന്ന് ബ്രൗൺ ആക്കിയെടുക്കാം. വല്ലാതെ ബ്രൗൺ ആവണ്ട, അപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് ചിലപ്പോൾ ഉണ്ടാകുന്നു വരാം. ഒരു ഗോൾഡൻ, ഒരു മീഡിയം ബ്രൗൺ ആയാൽ മതി. എല്ലാ ഭാഗവും ഒന്ന് മറിച്ചിടാം. സ്പൂണൊക്കെ മറിച്ചിടുമ്പോൾ സൂക്ഷിച്ച് മറിച്ചിടുക. കാരണം എനിക്ക് പറ്റിയൊരു അവസ്ഥയാണ്, മറിച്ചിടുമ്പോൾ ഒന്ന് ചെറുതായി ഇങ്ങനെ ക്രാക്കായി, അല്ലാതെ ഒന്നുമല്ല. ഇനി ഒന്ന് എല്ലാം ഫ്രൈ ആയതിനു ശേഷം നമുക്കൊന്ന് കോരിയെടുത്ത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ടാവും. നമ്മളതൊന്ന് ചൂടാക്കും. ബോൾസ് ഇപ്പോൾ ഫ്രൈ ആയിട്ടല്ലേ, അപ്പോൾ ഫ്രൈ ആയിട്ടില്ലേ, അപ്പോൾ അതൊന്ന് സോഫ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, സോഫ്റ്റാക്കി എടുക്കുന്ന നേരമുള്ളൂ ഷുഗർ സിറപ്പ് നമ്മൾ ചൂടാക്കുക. ഇപ്പോൾ ഫ്ലെയിം മീഡിയത്തിലാണ്. എന്നിട്ടാണ് ഷുഗർ സിറപ്പ് ചൂടാക്കേണ്ടത്. എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് കുറച്ച് ടൈം വെച്ചാൽ സോഫ്റ്റായി കിട്ടും. നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ അത് സോഫ്റ്റായി കാണാം. ദാ ഇങ്ങനെ. എന്നിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ഷുഗർ സിറപ്പ് ഒന്ന് അരിച്ചിട്ടാണ് പാർന്നത്, അതിൻ്റെ ഏലക്കാപ്പൊടിയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഈ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ഐസ്ക്രീം കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല.